ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ നമ്മുടെ നവോത്ഥാന നായകരിൽ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നതിൽ നമുക്കിതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും PSC ബുള്ളറ്റിനൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഫാക്ട്സും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ വൈകുണ്ഠസ്വാമികൾ കഴിഞ്ഞു, ചട്ടമ്പി സ്വാമികൾ കഴിഞ്ഞു, ശ്രീനാരായണ ഗുരു കഴിഞ്ഞു, അയ്യങ്കാളി കഴിഞ്ഞു. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അതേപോലെ നമ്മൾ പഴശ്ശി വിപ്ലവങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് അതിനുള്ളിൽ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ PSC ബുള്ളറ്റിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പറ്റി എന്തൊക്കെയാണ് ഫാക്ട്സാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകനായി വിശേഷിക്കപ്പെട്ടിട്ടുള്ള ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ചലനാത്മകമായ ബഹുമുഖ വ്യക്തിത്വത്തിനുടമയാണ്. അപ്പോൾ കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെട്ടത് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. വിദ്യാഭ്യാസവും പുസ്തക പ്രസാധനവും ഉൾപ്പെടെയുള്ള മഹനീയ കർമ്മങ്ങളിലൂടെ കേരള നവോത്ഥാനത്തിന് മഹനീയ സംഭാവനകൾ നൽകിയ അദ്ദേഹം സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഏറ്റവും റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ചാവറയച്ചൻ. ചാവറയച്ചൻ 1805 ഫെബ്രുവരി 10 കുട്ടനാട്ടിലെ കൈനകരിയിൽ ജനിച്ചു. പാരമ്പര്യ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പള്ളിപ്പുറം സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി. അക്കാലത്ത് മാതാപിതാക്കളും ഏക സഹോദരനും മരിച്ചു. വൈദിക പഠനം അവസാനിപ്പിക്കാൻ ബന്ധുക്കൾ നിർബന്ധിച്ചെങ്കിലും വഴങ്ങിയില്ല. 1829 പൗരോഹിത്യം സ്വീകരിച്ച ചാവറയച്ചൻ കുറേ കാലം ചേന്നങ്കരിയിലും പുളിങ്കുന്നിലും താമസിച്ചു. 1831 മെയ് 1 ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയ്ക്ക് പാലക്കൽ തോമാമൽപ്പൻ്റെയും പേരൂക്കര തോമാമൽപ്പൻ്റെയും സഹായത്തോടെ ചാവറയച്ചൻ മാന്നാനത്ത് തുടക്കമിട്ടു. ഇതാണ് പിൽക്കാലത്ത് CMI എന്ന സഭയായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ എന്നാണ് CMI സ്ഥാപിച്ച വർഷം? CMI സ്ഥാപിച്ച വർഷം 1831 ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചാവറയച്ചനെ സഹായിച്ച ആരൊക്കെയാണ്? പാലക്കൽ തോമാമൽപ്പനും അതേപോലെ പോരൂക്കര തോമാമൽപ്പൻ, 2 പേര്, തോമസ് അച്ഛനും 2 പേരാണ് ഇദ്ദേഹത്തെ സഹായിച്ചത്. അതേപോലെ CMIയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറലായിരുന്നു ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CMI കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം, കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. അതേപോലെ സിസ്റ്റേഴ്സ് ഓഫ് ദ കൺഗ്രീഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ, CMC എന്ന് പറയുന്നൊരു സന്യാസി സഭയുണ്ട്. അത് രൂപീകരിച്ച 1866. അപ്പോൾ CMI എന്നാണ് 1831. കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു ആദ്യത്തെ സുപ്പീരിയർ ജനറൽ. 1885 മുതൽ ചാവറയച്ചൻ സഭയുടെ പ്രിയോർ ജനറലായി. 1864 വികാരി ജനറലായി. പള്ളിയോടൊപ്പം പള്ളിക്കൂടവും സ്ഥാപിക്കണമെന്ന കർശന നിർദ്ദേശം നൽകുകയും അങ്ങനെ ചെയ്യാത്ത പള്ളികളെ പള്ളിമുടക്ക് കൽപ്പിക്കുകയും ചെയ്തതിലൂടെ കേരളത്തിൽ കത്തോലിക്ക സഭയുടെ പള്ളിക്കൂട വിദ്യാഭ്യാസം അദ്ദേഹം സമാരംഭിച്ചു. അല്ലേ, എല്ലാ പള്ളികളുടെ കൂട്ടത്തിലും ഇപ്പം മിക്ക സ്കൂളുകൾ അല്ലേ, സെൻറ്റ് അഗസ്റ്റിൻ, സെൻറ്റ് ആൽബർട്ട്സ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാ പള്ളികളുടെ കൂടെയും പള്ളിക്കൂടം, പള്ളികളോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നതാരാണ്? ചാവറയച്ചനാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സഭയെ പാശ്ചാത്യ മാതൃകയിലുള്ള സഭയായി മാറ്റിയപ്പോൾ നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ച ഭാരതീയ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ തനിമയും വ്യക്തിത്വവും തുടരണമെന്ന് ചാവറയച്ചൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി മാന്നാനത്തും വാഴക്കുന്നത്തും എൽത്തുരുത്തിയിലും പുളിങ്കുന്നത്തിലും ചാവറയച്ചൻ സെമിനാരികൾ സ്ഥാപിച്ചു. അപ്പോൾ എവിടെയൊക്കെയാണ്? മാന്നാനത്ത്, വാഴക്കുന്നത്ത്, എൽത്തുരുത്തി, അതേപോലെ പുളിങ്കുന്നം. കേരളത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ പ്രസ്സായ മാന്നാനം പ്രസ് 1844 ആരംഭിച്ചത്. അപ്പോൾ ചാവറയച്ചൻ 1844 പ്രസ് ആരംഭിക്കുന്നത്. എവിടെയാണത്? മാന്നാനത്താണ്. വിദേശികളുടെ സഹായം കൂടാതെ കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ അച്ചടിശാലയാണ്. അപ്പോൾ വിദേശികളുടെ സഹായം കൂടാതെ ആദ്യമായിട്ട് അച്ചടിശാല വന്നതാണ് മാന്നാനം പ്രസ്. ദീപിക പത്രം 1887 പുറത്തു വന്നത് ഇവിടെ നിന്നാണ്. അദ്ദേഹം തൃശ്ശൂരിലെ കൂനമ്മാവിലും മറ്റൊരു പ്രസ് സ്ഥാപിക്കുന്നുണ്ട്. മാന്നാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഏത്? ജ്ഞാനപീയൂഷം. അപ്പോൾ ചാവറയച്ചൻ്റെ മാന്നാനം പ്രസ്സിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ് ഏത്? ജ്ഞാനപീയൂഷം. 1846 മാന്നാനത്തൊരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ച ചാവറയച്ചൻ നവോത്ഥാനം ആരംഭിച്ചത്. 1846 മാന്നാനത്ത് അദ്ദേഹം എന്ത് സ്ഥാപിക്കുന്നത്? സംസ്കൃത
വിദ്യാലയം സ്ഥാപിക്കുന്നത്. അവിടെ അദ്ദേഹം ദളിതരെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരെയും പ്രവേശിപ്പിച്ചു. വരേണ്യരെന്ന് അഭിമാനിച്ചിരുന്ന നസ്രാണി ക്രിസ്ത്യാനികൾക്ക് പരമപുച്ഛമായിരുന്ന പറയരെയും പുലയരെയും സമഭാവനയോടെ കണ്ട അവരെ അദ്ദേഹം തൻ്റെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസത്തിനായി ക്ഷണിച്ചു. അധികൃതരായ ദളിതർക്ക് വേണ്ടി മാന്നാനത്തും ആർപ്പൂക്കരയിലും പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി. അക്കാലത്ത് അവർക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസത്തിന് പുറമെ ഭക്ഷണം, വസ്ത്രം, പുസ്തകം മുതലായവ സൗജന്യമായി വിതരണം ചെയ്യാനും അദ്ദേഹം ശ്രദ്ധിച്ചു. തമിഴ്, മലയാളം, സംസ്കൃതം, ലത്തീൻ, സുറിയാനി, പോർച്ചുഗീസ്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ് തുടങ്ങിയ നിരവധി ഭാഷകളിൽ ചാവറയച്ചന് പാണ്ഡിത്യമുണ്ടായിരുന്നു. ആത്മാനുതാപം എന്ന മഹാകാവ്യത്തിനു പുറമെ അനസ്താസിയുടെ രക്തസാക്ഷ്യം, ധ്യാന സല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവരുൾ, മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന, നാളാഗമങ്ങൾ എന്നിവയും ചാവറയച്ചൻ്റെ മുഖ്യകൃതികളാണ്. ആത്മാനുതാപം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. 1871 ജനുവരി 3 കൂനമ്മാവിൽ ചാവറയച്ചൻ അന്തരിക്കുന്നു. 1986 അദ്ദേഹത്തെ ജോൺ പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അപ്പോൾ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനാക്കിയത് എന്നാണ്? 1986 2014 നവംബർ 23 അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താക്കി? വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 2014 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത്. 1986 അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനുമായിട്ട് പ്രഖ്യാപിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? മാന്നാനത്താണ്. ഓക്കെ, ഇതേപോലെ ചാവറയച്ചൻ്റെ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്രപ്രസിദ്ധമായൊരു പള്ളിയുണ്ട് നമ്മുടെ ചേർത്തലയിലുള്ള അർത്തിങ്കൽ പള്ളി. അതേപോലെ തന്നെ ആദ്യത്തെ കേരളീയ വികാരി ജനറലായിരുന്നു ഇദ്ദേഹം. ഓക്കെ, ഓരോ വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനത്തെ കോട്ടയം ജില്ലയിലാണ് 2 സ്ഥലങ്ങൾ. അപ്പോൾ ചാവറയച്ചൻ്റെ മാന്നാനത്തും അൽഫോൺസാമയുടെ എവിടെയാണ്? ഭരണങ്ങാനത്തും. ഓരോ പള്ളിക്കുമൊപ്പം ഒരു സ്കൂൾ നിർമ്മിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചതാണ് ആരാ? ചാവറയച്ചൻ. ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചാവറയച്ചൻ. ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം രചിച്ചത് പ്രൊഫസർ MK സാനുവാണ്. ആ ഒരു പുസ്തകമാണ് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം. ചാവറയച്ചന് ഒരു രേഖാചിത്രം എന്ന പുസ്തകം എഴുതിയതാരാണ്? KC ചാക്കോയാണ്. ചാവറയച്ചൻ്റെ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചത് മാന്നാനത്ത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യത്തെ മലയാളിയാണ് ചാവറയച്ചൻ. വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിൽ? ആരുടെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ ആദ്യമായി, അതായത് മാന്നാനത്തെ പ്രസ്സിൽ ആദ്യമായിട്ട് അച്ചടിച്ചതാണ് ജ്ഞാനപീയൂഷം. ആ പ്രസ്സിൻ്റെ പേരാണ് സെൻറ്റ് ജോസഫ് പ്രസ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചു വന്നത് സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? മാന്നാനം. അതേപോലെ കൂനമ്മാവ് എറണാകുളത്ത്. അമലോദ്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായ CCMIയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആയിരുന്നു ആര്? ചാവറയച്ചൻ. ഓക്കെ, നമ്മുടെ UP സ്കൂൾ ടീച്ചറിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? പാമ്പാടി ജോൺ ജോസഫ്, ഡോക്ടർ വേലിക്കുട്ടിയരയൻ, ആനന്ദതീർത്ഥൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അപ്പോൾ ആദ്യത്തെ സംസ്കൃത സ്കൂള്, കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ചാവറയച്ചനാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദ കൺഗ്രീഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1866. അതാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMI എന്നാണ് സ്ഥാപിച്ചത്? CMI സ്ഥാപിച്ചത് 1831. ഓക്കെ, ഇത് 2 എക്സാമിനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ചാവറയച്ചൻ്റെ ടോപ്പിക്ക് ഏകദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മോക്ക് ടെസ്റ്റ് മറന്നിട്ടില്ല. ഇന്ന് വൈകിട്ട് ഒരു 4 മണിക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റ് അപ്പാകും. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിലെ ദ്രവബലങ്ങളാണ്. ദ്രവബലങ്ങളും കൂടി കഴിയുമ്പോൾ ഫിസിക്സ് ഏകദേശം പകുതിയോളം കംപ്ലീറ്റ് ആകും. അപ്പോൾ നമുക്ക് വൈകിട്ട് 4 മണിക്ക് കാണാം. താങ്ക്